ഹേ ഗായ്സ്, നിങ്ങൾ ഒരുപാട് ഗെയിംസ് കളിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും കളിക്കേണ്ട ഒരു ഗെയിമാണ് മക്കളെ സ്പൈഡർ ഫൈറ്റർ 3. ഇതിൻ്റെ 1 ഉണ്ട്, 2 ഉണ്ട്. പക്ഷേ ഒരു ഓപ്പൺ വേൾഡ് എന്ന നിലയ്ക്ക് മാർവൽ എല്ലാ കേട്ടസ് ഒരു ടീം ബാറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് അവർ അത്യാവശ്യം കിടിലാക്കിയത് ഈ ഒരു ഗെയിമിലാണ്. ചങ്ങാതിൻ്റെ വലകളൊക്കെ ഞങ്ങൾക്ക് തൊട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന്. അതായത് എന്തെങ്കിലും പെന്നുണ്ടാവില്ലേ ഈ സാംസങ്ങിൻ്റെ, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് വെച്ചാൽ അല്ല, ആക്ച്വലി സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് കാണിക്കുമ്പോൾ അങ്ങനത്തെ വല കാണിക്കും. ഞാൻ കാര്യം വിട്ടുപോയി. ഇതാണ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മാർവലൊക്കെ ഒരു ടീമായിട്ട്. ഇത് കണ്ടാ ഇതിനകത്ത് ഫുള്ളി മാർവലല്ല, ഒരു ഹൾക്കിൻ്റെ കട്ടുള്ള ഒരാളും പിന്നെ ഒരു അയൺമാൻ്റെ കട്ടുള്ള ഒരാളും ഒരു ക്യാപ്റ്റൻ അമേരിക്കേൻ്റെ കട്ടുള്ള ഒരാളും പിന്നെ സ്പൈഡർമാൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ചങ്ങായിയാണുള്ളത്. പിന്നെ പിന്നെ ഒരു ഹാക്കർ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തിയുണ്ട്. ഓക്കെ, ഫൈറ്റ് തുടങ്ങുകയാണ്. ഹാക്കർ ഗേൾ എന്ന് പറയുന്ന ഒരുത്തിയുണ്ട്. ഓള് ഒരു ഹാക്കറാണ്. സംഭവം നമ്മളൊരു ടീമായിട്ട് കളിക്കുന്നതാണ്. ഈ ടീം ബാറ്റിൽ ഓണാക്കി ഇടാം, ഒറ്റക്കുള്ള ബാറ്റിലാക്കാം. ഇതിനകത്ത് ഞാൻ സ്പൈഡർമാനായിട്ടാണ്, കാരണം സ്പൈഡർ ഫൈറ്റർ ആണല്ലോ. പക്ഷേ നമുക്ക് ക്യാരക്ടേഴ്സിനെ മാറ്റാൻ പറ്റും. ക്യാപ്റ്റൻ അമേരിക്ക ആവാം, ഹൾക്കാവാം, ആര് വേണമെങ്കിലും ആവാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അയൺമാനെയാണ് ഞാൻ ഇതിൻ്റെ മുമ്പേ കളിച്ചപ്പെടുത്തത്. കാരണം ആക്ച്വലി ഞാൻ ഈ ഗെയിം ഒരു പ്രാവശ്യം കളിച്ചിട്ടാണ് പറയണത്. പൊന്നി അത്ര കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ സ്പൈഡർമാനാണ്. ഞാൻ എൻ്റെ സ്പൈഡർമാൻ പുതിയ സ്കിന്നെടുത്തു. ഇപ്പോൾ ഞാൻ അയൺമാൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ എടി തൊടാനൊക്കെ പറയുന്നുണ്ട്, ഒരു ഏരമൊക്കെ കാണിച്ചിട്ട്. ഓക്കെ, അയൺമാൻ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയൺമാനോട് പെട്ടെന്ന് ഞാൻ ക്യാരക്ടർ മാറി ഇങ്ങനെ മാറ്റാൻ പറ്റും. പക്ഷേ അയൺമാൻ്റെ ഫൈറ്റ് ചെയ്തതാണ് കുറച്ചുകൂടി നല്ലത്. അയൺമാനായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പറന്നിട്ട് പെട്ടെന്ന് എസ്കേപ്പ് ആകും. പക്ഷേ പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞാൽ അധികം ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലത്തു നിന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു എസ്കേപ്പിംഗ് ടെക്നിക്ക് മാറ്റി നമുക്ക് ആകാശത്ത് വലയിട്ടിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ താഴോട്ട് പോകുമ്പോൾ വീണ്ടും ആ സൈഡിലൊരു ബട്ടൺ ഞെക്കണം. അപ്പോൾ നമ്മളവിടെ ഹോൾഡായിട്ട് ഇങ്ങനെ പിന്നെ വല മാറി മാറി കളിക്കും. ഏകദേശം ബിൽഡിങ്ങിനെ കളിക്കുന്ന പോലെ തന്നെ. പക്ഷേ ഇത് നല്ല സ്കൈൽ ഇങ്ങനെ നിന്നിട്ടാണ്. ഓക്കെ, എന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, എല്ലാവരും അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, പുതിയ ആൾ വരുന്നുണ്ട്. ഓക്കെ, ഇതെന്താ സംഭവം? അതായത് ഇത് അറ്റാക്ക് നടന്നിരിക്കുകയാണ്. ഈ ഇപ്പോൾ പറയുകയാണെങ്കിൽ അവഞ്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് ഒരു പക്ഷേ USA അപ്പോൾ ഈ ഹാക്കർ ഗേളിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആൾക്ക് വന്നിട്ട് ഓളെ രക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇവരുടെ മെയിൻ ആൾ കേട്ടോ. ഓ, ഇവരുടെ പേര്. ഓക്കെ, എല്ലാവരും ഓളെ നോക്കിയിട്ട് ഓടാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ വില്ലനെ വെല്ലുവിളിക്കുകയാണ് ഗൈസ്. പക്ഷേ റെഡിക്കുള്ള ഞാനല്ല പറഞ്ഞത്, ഈ ഗെയിമിനകത്തുള്ള ഞാനാണ്. അതായത് ഗെയിം നമ്മൾ ഇവളെ വെല്ലുവിളിച്ചിട്ട് ഇവള് നമ്മളോട് ഫൈറ്റ് ചെയ്യണം എന്നാണ് ഒരു പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ നെറ്റ് കുറവാണ്. ഓക്കെ, ഇപ്പോൾ എന്തോ മെഷീൻ എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അതെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ്റെ ഈ സ്പൈഡർമാൻ്റെ പേര് സ്ട്രൈഡർന്നു. ഓ, സ്ട്രൈഡർ അത് ഞാൻ ഇപ്പോഴാണ് ഗൈസ് ശ്രദ്ധിക്കണം. ഓക്കെ, ഓ മൈ ഗോഡ് ഗൈസ്, എൻ്റെ മോനെ ഇത് മഹാവില്ലനാണ്. ഐ തിങ്ക് വി ആർ ഡെഡ്. എയറിലേക്ക് എന്നെ അടക്കം എന്തോ പച്ച രക്തം പോലത്തെ സാധനം വലിച്ചെറിയുന്നത് അതാ ആ വല ഒട്ടി. ഇനിയിപ്പോൾ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഇപ്പോൾ അമേരിക്കക്കാരുടെ വേൾഡ് സോറി അവെഞ്ചേഴ്സൊക്കെ ഇപ്പോൾ ഓടും. ഓക്കെ, അയ്യോ ഞാൻ അടിക്കാൻ പോയിട്ട് ഞാൻ പോയി. ഞാൻ ആക്ച്വലി സ്പൈഡർമാൻ ആണെന്നാണ് ഇവർ പറയുന്നത്. ആക്ച്വലി ഞാൻ അയൺ മാനാണ്. പക്ഷേ ഞാൻ സ്പൈഡർ ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ എന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണിക്കുന്നു. അത്രയേ ഉള്ളൂ പരിപാടി. ഇതൊന്നും എന്തോ സാധനത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതിനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓ ഇതായിരുന്നു ഇതും സംഭവം. ഓ മൈ ഗോഡ്, കറക്റ്റ് ടൈമിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ പോയി.
ഞാൻ നെറ്റൊന്നും നെറ്റ് ഓക്കെ സോറി ഞാൻ നെറ്റില്ല. ഓക്കെ എടാ ഇത് നമ്മളാണെടാ. അവൾ നമ്മളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ ഷഡ്ഡി കഴിച്ചു. ഇപ്പോൾ നമ്മളെന്തോ പോലെയാണുള്ളത്. ഓക്കെ നമ്മളിനിയിപ്പം ഫസ്റ്റ് ഫൗണ്ട് ചെയ്യേണ്ടത് ഒരു ഡ്രസ്സാണ് ഗൈസ്. ഫസ്റ്റ് നമ്മൾ ഡ്രസ്സാണ്. ഇതാരാണ്? വില്ലത്തിയാണോ? ഇതൊന്ന് കണ്ടിട്ട് ഒരു വില്ലൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ദിസ് ഈസ് നോട്ട് എ വില്ലൻ. ഓക്കെ ഇവൻ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ ഇവന് പുതിയ സൂട്ട്. വില്ലൻ എന്തിനാണ് നമുക്ക് സൂട്ട് എടുത്ത് തരുന്നത്? ഓക്കെ അപ്പോൾ ഇവളൊരു വില്ലനല്ല. ഇവള് ഹാക്കർ ഗേളിനെ പോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് പറയാം ഗുഡ്. നമുക്കപ്പോൾ പണി തുടങ്ങാം. 2800 INR. കമോൺ ബ്രോ. ഓക്കെ ഇറ്റ് ഹാപ്പൻസ്. ബാക്കി അവഞ്ചേഴ്സൊക്കെ ഇവിടെ. വാട്ട്സ് ഗോയിങ് ഓൺ ബ്രോ? വാട്ട്സ് ഗോയിങ് ഓൺ? ഇപ്പം അങ്ങനെ ഫൈറ്റ്. ഓ മോസ് സ്കിൽ. അത് ശരി ബ്രാൻഡ് ന്യൂടെ ഇറങ്ങിയപ്പോൾ അവൻ പുതിയ എബിലിറ്റിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ ഞാൻ ഒരു കാര്യം മറന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം ഗൈസ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രീ ഫയർ മാക്സ് അത്യാവശ്യം നന്നായി കളിച്ചിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടും ആരും വീഡിയോസൊന്നും കാണുന്നില്ല. അത് എന്താണെന്നൊക്കെ അറിഞ്ഞൂടാ. യൂട്യൂബ് നമ്മളെ ആരെയും കാണിക്കാത്തതാണോ അതാ ഒരു വ്യൂ ആയിട്ടാണ് ഞാൻ ആകെ കണ്ടത്. അപ്പോൾ ഞാൻ അത്ര വലിയ യൂട്യൂബറൊന്നുമല്ല. ആകെ 57 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുള്ളൂ. പുതിയൊരു യൂട്യൂബറൊന്നുമല്ല. ഒരു വർഷമായി. പക്ഷേ ഞാൻ 2 മാസമാണ് ആക്ച്വലി ഒരു യൂട്യൂബ് യൂസ് ചെയ്തത്, ടോട്ടൽ കണക്ക് കൂട്ടുന്നതാണെങ്കിൽ. അപ്പോൾ 2 മാസമായിട്ടേ ഉള്ളൂ ഞാൻ വീഡിയോസ് ഇട്ട്. അതിൽ തന്നെ ഒരു 27 വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നാലും ഒരു 57 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. ഒരു വീഡിയോയിൽ 16 ലൈക്കൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ആദ്യം ഇട്ട വീഡിയോസിനൊക്കെയാണ് അത്യാവശ്യം ലൈക്സൊക്കെ കിട്ടുന്നത്. ഇപ്പം ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് ഗെയിമൊക്കെ കളിച്ച് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മൾ എവിടെയോ പോയി നിന്നിട്ടുണ്ട്. ഓക്കെ വി വാണ്ട് ടു ഫൈറ്റ് ചെയ്യും. ഞാൻ ഏതായാലും PC-ലൊന്നുമല്ല ഗെയിം കളിക്കുന്നത്. എനിക്ക് അച്ഛൻ ഒരു ഫോൺ തന്നു. അപ്പോൾ അതിലാണ് ഞാൻ ഇപ്പോൾ ഗെയിം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് ഗെയിമിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഫോണിൽ ഗെയിം കളിക്കുന്നതാണ്. ഞാൻ ഒരു മാസ് പ്ലെയറാണ്. ഫ്രീ ഫയറൊക്കെ നന്നായിട്ട് കളിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടോക്കെ ജസ്റ്റ്. ഗുയ്യ ഞാൻ അടിക്കുന്നുണ്ട്. 2-3 ഗുയ്യൊക്കെ ഞാൻ അടിക്കുന്നുണ്ട് ഒരുമിച്ച്. അതിന് തെളിവൊക്കെ കണ്ട്. ഓക്കെ നെറ്റ് പോയി. സബാഷ്. നെറ്റല്ല, ഞാൻ മൊബൈൽ ഡാറ്റ എഡ്ജോ അതെന്താ സംഭവം? ഓക്കെ നെറ്റ് ഈസ് സ്റ്റിൽ ഗോൺ. നെറ്റ് ഈസ് ഗോൺ. നോ ഇൻ്റർനെറ്റ് കണക്ഷനാ? അപ്പോൾ ഓക്കെ